എന്ത് എപ്പോൾ ചെയ്യുമെന്നറിയാത്ത ഒരു ഭരണാധികാരിയാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. അമേരിക്കയ്ക്ക് കിമ്മിനെ ഭയമാണ് എന്നതും രഹസ്യമായ പരസ്യമാണ്. കിമ്മിനെ മയപ്പെടുത്താൻ വേണ്ടി കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്ക ശ്രമിക്കാറുമുണ്ട്. അത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ ട്രംപ്. കിം ജോങ് ഉന്നുമായി ഈ വർഷം കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. കിം ജോങ് ഉന്നുമായി മുൻപ് നടത്തിയ കൂടിക്കാഴ്ച മേഖലയിൽ സമാധാനം നിലനിർത്താൻ സഹായിച്ചെന്നും ട്രംപ് പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചെ മിങ്ങുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് കിം ജോങ് ഉന്നിനെ വീണ്ടും കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. ദക്ഷിണ കൊറിയയുമായി കൂടുതൽ വ്യാപാര ചർച്ചകൾക്കും തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞു. വാണിജ്യ, പ്രതിരോധ, ആണവ നയങ്ങൾ സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ലീ ചെ മിങ് ട്രംപിന്റെ ആഗോള സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലീ ചെ മിങ് US ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും 20-ലധികം US കമ്പനികളുടെ അധികൃതരുമായും ചർച്ചയും നടത്തി. ദക്ഷിണ കൊറിയയുടെ ദേശീയ വിമാന കമ്പനിയായ കൊറിയൻ എയർ ഏകദേശം 100 ബോയിംഗ് വിമാനങ്ങൾക്കുള്ള ഓർഡർ പ്രഖ്യാപിക്കുമെന്നും രാജ്യാന്തര വാർത്താ ഏജൻസികൾ അറിയിച്ചു. അതിനിടെ ഉത്തര കൊറിയയുടെ രഹസ്യ സൈനിക താവളത്തിൽ നിന്ന് അമേരിക്കൻ വൻകരയെ ലക്ഷ്യമാക്കി മിസൈൽ തൊടുക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും പുറത്തു വന്നിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ആണവ ഭീഷണിയാണ് ഈ സൈനിക താവളമെന്നാണ് വിവരം. ചൈനയുടെ അതിർത്തിയിൽ നിന്നും 27 കിലോമീറ്റർ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന നോർത്ത് പോങ്യാൻ പ്രവിശ്യയിലെ സിൻപുങ്ങിലാണ് ഈ രഹസ്യ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് എന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് വ്യക്തമാക്കുന്നു. 6 മുതൽ 9 വരെയുള്ള നൂതന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ മൊബൈൽ ലോഞ്ചറുകളും ആയിരക്കണക്കിന് ഉത്തര കൊറിയൻ സൈനികരും ഈ രഹസ്യ താവളത്തിലുണ്ട്. ഇതാണ് US-നെ സംബന്ധിച്ചൊരു ഭീഷണിയായെന്നും പറയപ്പെടുന്നു. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ഇടുങ്ങിയ പർവ്വത താഴ്വരയിലാണ് സിൻപുങ് ഡോങ് സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത്. ഉത്തര കൊറിയയുടെ രഹസ്യ മിസൈൽ നിർമ്മിക്കുന്ന 20ഓളം രഹസ്യ താവളങ്ങളിൽ ഒന്നാണിത്. 2000-ന്റെ തുടക്കത്തിൽ നിർമ്മാണം ആരംഭിച്ച രഹസ്യ താവളം 2014ഓടെയാണ് സജീവമായത്. കൊറിയൻ പീപ്പിൾസ് ആർമി മിലിറ്ററി കൺസ്ട്രക്ഷൻ ബ്യൂറോയിലെ പ്രത്യേക എഞ്ചിനീയറിംഗ് സൈനികരെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. ഇതിന്റെയൊക്കെ ഭാഗമായാണ് ഉത്തര കൊറിയൻ നേതാവിനെ കാണാൻ ട്രംപ് തയ്യാറാകുന്നതും മയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. അതിനിടെ ഇരു നേതാക്കളും തമ്മിൽ മുമ്പ് 3 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ട്രംപിന്റെ ആദ്യ സർക്കാരിന്റെ കാലത്ത് കിമ്മുമായി വളരെ അടുത്ത ബന്ധം അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയെ ചൊല്ലി ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് 3 തവണ കൂടിക്കാഴ്ചകൾ നടത്തി. ആദ്യത്തേത് 2018 ജൂണിൽ സിംഗപ്പൂരിൽ നടന്ന ഉച്ചകോടിയിലും രണ്ടാമത്തേത് 2019 ഫെബ്രുവരിയിൽ ഹനോയിൽ വെച്ചുമായിരുന്നു. അവസാനമായി 2019 ജൂണിൽ കൊറിയൻ അതിർത്തിയിലുള്ള DMZ-ൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ട്രംപ് ഉത്തര കൊറിയയിൽ നേരിട്ടെത്തിയത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. ഈ കൂടിക്കാഴ്ചകൾക്കിടയിൽ ഉത്തര കൊറിയൻ നേതാവുമായി ട്രംപ് കത്തുകൾ കൈമാറുകയും ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രണയത്തിലായെന്ന് ട്രംപ് തമാശയായി പറഞ്ഞതും വാർത്തയായിരുന്നു. അതിനിടയിൽ US സാമ്രാജ്യത്തിന്റെയും സഖ്യകക്ഷികളുടെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ മിസൈലുകൾ പരീക്ഷിച്ച് ഉത്തര കൊറിയ രംഗത്തെത്തിയിട്ടുണ്ട്. ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും തകർക്കാൻ കഴിയുന്ന ദ്രുതവേഗത്തിലുള്ള മിസൈലുകളാണ് പരീക്ഷിച്ചത് എന്നും കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു. US-ഉം തെക്കൻ കൊറിയയും സംയുക്തമായി സൈനിക പരിശീലനം നടത്താനിരിക്കെയാണ് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം. കഴിഞ്ഞ ദിവസം ഏതാനും ഉത്തര കൊറിയൻ സൈനികർ തെക്കൻ കൊറിയയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ഇരു കൊറിയകളെ വിഭജിക്കുന്ന സൈനിക അതിർത്തിക്ക് സമീപം ഉത്തര കൊറിയൻ സൈനികർ അതിർത്തി കടന്നതിനെ തുടർന്ന് തെക്കൻ കൊറിയൻ സൈന്യം മുന്നറിയിപ്പ് വെടിയുതിർത്തതായി റിപ്പോർട്ടുകളും പറയുന്നു. ഇത് അതിർത്തിയിലെ സംഘർഷം നിയന്ത്രണാതീതമാക്കുമെന്നും ഉത്തര കൊറിയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.